ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നെയ് പായസം അല്ലെങ്കിൽ അരവണ പായസം ഉണ്ടാക്കിയാലോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ബ്രൗൺ ആവുന്നതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. അരി ഉണക്കലരി അല്ലെങ്കിൽ പായസ അരി കിട്ടും, അല്ലെങ്കിൽ മട്ട അരി. ഇത് 1 കപ്പ് എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായി വാഷ് ചെയ്തെടുക്കുക. അരി ഈ നെയ്യിൽ വാട്ടി എടുക്കുക. ഓക്കെ, ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് ഒരു 5 കപ്പ് വെള്ളം വേണം. എന്നിട്ട് നമ്മളിത് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിൽ നമ്മൾ അരി നന്നായി വേവിച്ചെടുക്കണം. ഈ സമയത്ത് ശർക്കര ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. ശർക്കര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വെന്ത് കിട്ടില്ല. അരി അവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് 400 ഗ്രാം ശർക്കര എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ അലിയിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ലിഡ് തുറന്ന് നോക്കാം. ഇപ്പോൾ അരി വെന്തിട്ടുണ്ട്, പക്ഷേ ഇത് കുഴഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ വേണം കേട്ടോ അരി വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയില്ലേ, അത് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചെടുത്ത് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആൻഡ് കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണേ. അതും നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു നെയ്യ് പായസമാണല്ലോ, അപ്പം നമുക്ക് നെയ്യ് വേണം. 2 സ്പൂൺ ഇട്ടെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കോക്കനട്ട് സ്ലൈസസ് അതും കൂടി ഇടാം കേട്ടോ. നമ്മുടെ നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ഈസിയാണ് ആൻഡ് നല്ല ടേസ്റ്റിയാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.